അതായത് ശ്രീ ജയിക്കിനോട് എനിക്ക് അപേക്ഷിക്കാനായിട്ടുള്ളത്, നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ബാക്കി മെറ്റീരിയലുകളൊക്കെ റെഫർ ചെയ്യുന്നതിന് മുമ്പ് ഒരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ഓത്ത് എടുത്തു വെച്ചൊന്ന് വായിക്കണമായിരുന്നു. ഈ കേരള സംസ്ഥാനത്തിനകത്ത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന താൻ ഈ രാജ്യത്തെ ഭരണഘടനയോട് പരിപൂർണമായ കൂറു പുലർത്തിക്കൊള്ളാമെന്നും ആരോടും പക്ഷാപാതപരമായോ ഭയമോ ഭീതിയോ ഇല്ലാതെ പെരുമാറുമെന്നും വളരെ കൃത്യമായി ഈ രാജ്യത്തെ ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഒരു കണ്ണൂരുകാരൻ എന്നുള്ള ഒരു അധിക യോഗ്യത ഗോപിനാഥ് രവീന്ദ്രനിൽ ചാർത്തുവാൻ കഴിയുക? ഇവിടെ മുതൽ കണ്ടോ, ഇതാ ഹൈലൈറ്റ്. ഇവിടെ മുഖ്യമന്ത്രി കത്തെഴുതിയതിനെ പറ്റി താങ്കൾ പറയുന്നു. മുഖ്യമന്ത്രി ഇങ്ങനെ ചെയ്താൽ എന്താണ് കുഴപ്പം? അതിനകത്ത് ഭരണഘടനാ ലംഘനത്തെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഓൺ വാട്ട് കപ്പാസിറ്റി ഷാനി പറഞ്ഞു തന്നാൽ മതി, അല്ലെങ്കിൽ ജയിക്ക് പറയണം. എന്ത് കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഈ സംസ്ഥാനത്ത് ഏതെങ്കിലും സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടുന്ന ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർ തസ്തികയിൽ ഇടപെടാൻ കണ്ണൂരുകാരനോ കാസർഗോഡുകാരനോ തിരുവനന്തപുരംകാരനോ ആയിക്കോട്ടെ, ഈ കേരള സംസ്ഥാനത്തിന് പുറത്ത് ആരും ആയിക്കോട്ടെ, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ആളായിക്കോട്ടെ, ആരായാലും ഒരു വൈസ് ചാൻസലർ നിയമിക്കണമെന്ന് പറയാനായിട്ട് ശുപാർശ ചെയ്യാനായിട്ടുള്ള ഓൺ വാട്ട് കപ്പാസിറ്റി, ഓൺ വാട്ട് ഗ്രൗണ്ട് ഈ രാജ്യത്തെ നമ്മുടെ UGC ചട്ടങ്ങൾ മുഖ്യമന്ത്രിയെ അതിന് അധികാരം പരിമപ്പെടുത്തുന്നുണ്ടോ? അതൊന്നും എനിക്കറിയാൻ മേല. ഈ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ലെജിസ്ലേച്ചറിലൂടെ പാസ്സായ ഏതെങ്കിലും നിയമം അദ്ദേഹത്തെ പരുവപ്പെടുത്തുന്നുണ്ടോ? കണ്ണൂർ സർവകലാശാലയിലെ ആക്ടിന്റെ ഏതെങ്കിലും ഒരു ക്ലോസ് മുഖ്യമന്ത്രി ആ വിഷയത്തിനകത്ത് ഒരു അഭിപ്രായം പറയാനെങ്കിലും, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ആ വിഷയത്തിലെ അഭിപ്രായവും ഷാനിയുടെ ആ വിഷയത്തിലെ അഭിപ്രായവും എൻ്റെ അഭിപ്രായത്തിനുമൊക്കെ തുല്യമായി വരികയുള്ളൂ. നമുക്കാർക്കും ആ സർവകലാശാല വൈസ് ചാൻസലർ തസ്തിക നിയമനത്തിനകത്ത് യാതൊരു വിധമായ റോളും ഇല്ലാത്ത വിഷയത്തിൽ ഏത് ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി കത്ത് കൊടുത്തു, ഏത് ഗ്രൗണ്ടിൽ ഒരു മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ ഗവർണറെ നേരിട്ട് പോയി കാണുന്ന എന്ത് അടിയന്തര പ്രാധാന്യമാണ് ആ വിഷയത്തിനകത്തുള്ളത്? പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. അതായത് ഗവർണർ ഒരു തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കുമ്പോൾ ആ തെറ്റ് ചെയ്തു എന്ന് സമ്മതിച്ച ഗവർണർക്ക് തുടരാനുള്ള അവകാശമുണ്ടോ? ഇല്ല ജയിക്കെ. തെറ്റ് ചെയ്തു എന്ന് സമ്മതിച്ച ഗവർണർ അരനിമിഷം പോലും തുടരാനുള്ള അവകാശമില്ല എന്ന് പറയുമ്പോൾ ആ ഭാഗം കഴിഞ്ഞില്ലേ? അപ്പൊ ആ ഭാഗം കഴിയുമ്പോൾ ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് ഗവർണർ വന്ന് പറയുമ്പോൾ ഇനി ആ തെറ്റിനെ പറ്റി നമ്മൾ മെറിറ്റിൽ ചർച്ച ചെയ്യണ്ടേ? അപ്പൊ തെറ്റ് ചെയ്ത ഗവർണർ പുറത്തു പോകണമെന്ന് ജയിക്ക് പറയുമ്പോൾ ആ തെറ്റ് ചെയ്യാൻ ഗവർണറെ പ്രേരിപ്പിച്ച മുഖ്യമന്ത്രി അദ്ദേഹവും പുറത്തു പോകണ്ടേ? ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. ഇവിടെ ഷാനിയുടെ അടക്കമുള്ള ചർച്ചയിൽ ഞാനൊക്കെ പങ്കെടുത്ത എത്രയോ ചർച്ചകളിൽ ജയിക്ക് അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ചാൻസലർ സ്ഥാനം ഇട്ടെറിഞ്ഞിട്ട് പോകണം, അങ്ങനെ RSSന് വിടുവേല ചെയ്യുന്ന ഒരു ചാൻസലർ കേരളത്തിന് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ജയിക്ക് അടക്കമുള്ള ആളുകൾ ചർച്ചകളിൽ ഇരുന്ന് നിങ്ങളുടെ ന്യായീകരണങ്ങൾ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന അതേ ദിവസം തന്നെ 2021 ഡിസംബർ 16 കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ റിക്വസ്റ്റ് എന്താ കേരളത്തിന്റെ ഗവർണറോട്? ഐ വൺസ് അഗൈൻ റിക്വസ്റ്റ് ദ ഹോണറബിൾ governor to continue as chancellor and offer valuable guidance and directions to the centers of higher learning in Kerala. അതായത് ഞാൻ അങ്ങയോട് വളരെ വിനയത്തോടു കൂടി അപേക്ഷിക്കുകയാണ്, താങ്കൾ ഈ ചാൻസലർ സ്ഥാനത്ത് തുടരണം. അപ്പൊ CPMന്റെ പ്രതിനിധികൾ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ്, അല്ലെങ്കിൽ CPMന്റെ പ്രതിനിധികൾ ചാനൽ ചർച്ചയിൽ പറയുന്ന കാര്യങ്ങൾക്ക് അവരുടെ മുഖ്യമന്ത്രി പുല്ലുവില പോലും കൊടുക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ? ഐ വൺസ് അഗൈൻ റിക്വസ്റ്റ് ദ ഓണറബിൾ ഗവർണർ ടു കണ്ടിന്യൂ ചാൻസലർ. തീർന്നില്ല, മാത്രമല്ല അദ്ദേഹത്തിന്റെ ഗൈഡൻസ് എല്ലാം വളരെ വാല്യുബിൾ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓഫർ വാല്യുബിൾ ഗൈഡൻസ്. ഇതൊരു നടത്തു പോണ മാതിരില്ല. ഇതിനകത്ത് ഗവർണർ പറയുന്നതോ മുഖ്യമന്ത്രി പറയുന്നതോ ഒന്നും നമ്മൾ മുഖവിലേക്ക് എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇതിനകത്ത് എവിടെ ഒരു ക്രൈം ഉണ്ടായിട്ടുണ്ട്, ഒരു അനധികൃതമായ നിയമനം, ഒരു ഇവിടെ ജയിക്ക് പറഞ്ഞല്ലോ കോടതി എല്ലാം ശരിവെച്ചു വന്നു. സുപ്രീം കോടതി അതിന് ആ വിഷയം പരിഗണിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് സർക്കാരിന്റെ പ്രധാനപ്പെട്ട ആരോപണം എന്തായിരുന്നു? അതായത് ഇത് സബ്ജുഡീസ് ആണ്, കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ എങ്ങനെയാണ് ഗവർണർക്ക് അഭിപ്രായം പറയാൻ കഴിയുക എന്നുള്ളതാണ് സർക്കാരിന്റെ ആർഗ്യുമെന്റ്. അതിനൊന്നും ഇല്ലേ? ഇവരൊക്കെ പറയുന്ന വാദഗതിക്ക് എന്ത് വിലയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കൊടുക്കുന്നത്? ഞാൻ ചോദിക്കുന്ന ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയാണെങ്കിൽ ഇപ്പൊ ചില സംസ്ഥാനങ്ങളിലും വൈസ് ചാൻസലർ തസ്തികയിൽ ഗവർണർ വേണ്ട എന്ന് നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് മുഖ്യമന്ത്രിമാർ കത്തയക്കുന്ന സാഹചര്യമുള്ള സംസ്ഥാനങ്ങൾ ഈ രാജ്യത്തിനകത്ത് തന്നെയില്ലേ? അപ്പൊ ഇവർ ചാനൽ ചർച്ചകൾ വന്നിരുന്നു പറയുന്നു, ഇവരുടെ പ്രതിനിധികൾ പറയുന്നു, ജയിക്കിനെ പോലുള്ള ആളുകൾ പറയുന്നു, ഞങ്ങളുടെ ചാൻസലർ സ്ഥാനത്ത് നിങ്ങൾ വേണ്ട, RSSകാരനായ ഗവർണർ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവരുടെ മുഖ്യമന്ത്രി അപേക്ഷിക്കുകയാണ്, താങ്കളൊന്ന് തുടരണം, ഗൈഡൻസ് തരണം, ഡയറക്ഷൻ തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. തീരുന്നില്ല. ഞാനും എന്റെ സർക്കാരും നിങ്ങളുടെ സ്വതന്ത്രമായ പ്രവർത്തനങ്ങൾക്കകത്തൊന്നും ഇടപെടാൻ പോകുന്നില്ല എന്നൊരു മുഖ്യമന്ത്രി പറയുമ്പോൾ ഇതിനു മുൻപ് ഏതെല്ലാമോ ഘട്ടത്തിൽ ഇടപെട്ടു എന്നല്ലേ? അപ്പൊ ഗവർണർ പറയുന്ന ആ ആർഗ്യുമെന്റ് ശരിവെക്കുകയല്ലേ? പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ.
പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ഗവർണർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് എവിടെയാണ് നിങ്ങൾ തമ്മിൽ വെടി നിർത്തിയതെന്ന് ചോദിച്ചപ്പോൾ ഗവർണർ പറഞ്ഞു, മുഖ്യമന്ത്രി എനിക്ക് നേരിട്ട് ഉറപ്പ് തന്നിട്ടുണ്ട്, ഇനിയും സർവകലാശാലയുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ അതിന്റെ സ്വതന്ത്രമായിട്ടുള്ള നിലപാടിൽ മുന്നോട്ടുള്ള പ്രയാണത്തിലൊന്നും സർക്കാരിന്റെ ഒരു സമ്മർദ്ദവും ഉണ്ടാവുകയില്ല എന്ന് ഗവർണർ പറയുന്നതിനെ അധികരിക്കുന്നതല്ലേ മുഖ്യമന്ത്രിയുടെ കത്ത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വരുന്നത്? അപ്പോൾ അതിനു മുൻപ് എവിടെയൊക്കെയോ സർക്കാർ ഈ സർവകലാശാല വിഷയങ്ങൾക്കകത്ത് സർക്കാരിന്റെ ഇൻട്രസ്റ്റുകൾ നടപ്പിലാക്കി എന്നുള്ളതിന്റെ തെളിവല്ലേ ഇനി ഇടപെടില്ല എന്ന് പറയുന്നത്. ഇവന്റെ കോമഡി കണ്ട പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു, മിണ്ടരുത്. ഇന്ന് മുഖ്യമന്ത്രി കണ്ണൂരിൽ പ്രസംഗിക്കുമ്പോഴും അദ്ദേഹത്തിന് ഏറ്റവും അധികം സമയം സംസാരിക്കേണ്ടത് ഭാരത് ജോഡോ യാത്രയെ പറ്റിയാ. അതിൽ കുറച്ച് സമയം മാത്രമേ ഗവർണർക്ക് വേണ്ടി നീക്കി വെക്കുന്നുള്ളൂ. അപ്പോഴും മുഖ്യമന്ത്രി മാത്രമല്ല, ഇന്ന് ഗവൺമെന്റിന് വേണ്ടി സംസാരിച്ച നിയമമന്ത്രി പി രാജീവ് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചു, ഇതിനകത്ത് കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തമുണ്ടോ? അതിനെപ്പറ്റി ഇപ്പോൾ പറയാറായിട്ടില്ല. അതായത് നരേന്ദ്രമോദിയുടെ സർക്കാരും ഇപ്പോഴും രക്ഷപ്പെടുത്തും. ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള ഈ ടഗ് ഓഫ് വാറിനകത്ത് റഫറി ചെയ്ത് സമനില പ്രഖ്യാപിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം, പ്രതീക്ഷ ഈ സംസ്ഥാന സർക്കാരിനുള്ളത് കൊണ്ടാണ് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഗവർണർമാർ ഇപ്പൊ ഇവര് പറയുന്ന ഗവർണർ കുഴപ്പമുണ്ടാക്കുകയാണ് എന്ന് പറയുന്ന ആരോപണത്തെ നമ്മൾ മുഖവിലക്കെടുത്താൽ ആ ഗവർണർ കുഴപ്പമുണ്ടാക്കുന്നതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ നിർബന്ധ ബുദ്ധിയിലാണ്, കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇവർക്ക് കേന്ദ്ര സർക്കാരിൽ ആർഗ്യുമെന്റ് ഇല്ല. ഇവര് മുഖമില്ലാത്ത പേരില്ലാത്ത RSSനെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരിനോ നരേന്ദ്രമോദിയെന്നോ പേരെടുത്ത് വിമർശിക്കുവാൻ ഇവർ തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല, മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിക്കുമ്പോഴും നരേന്ദ്രമോദി എന്ന് പേരെടുത്ത് വിമർശിക്കാൻ, കേന്ദ്ര സർക്കാർ എന്ന് പറയാൻ ഇവർക്കുള്ള മടി ഇപ്പോഴും ഇതിനകത്ത് ഏതോ ഒരു പോയിന്റിനകത്ത് ഒത്തുതീർപ്പിനുള്ള സാധ്യതകൾ തുറന്നു വെക്കുന്നതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതി.